ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡിന്നർ പ്രിപ്പറേഷനും പിന്നെ കിച്ചൺ ക്ലീനിങ്, പിന്നെ നെക്സ്റ്റ് ഡേക്ക് നമ്മൾ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നു, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ രാത്രി ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ സാധാരണയായിട്ട് ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ രാത്രി. ഇപ്പോൾ കുറച്ചായിട്ട് ചോറ് അങ്ങനെ കഴിക്കുന്നില്ല രാത്രി. ദോശ അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും ആണിപ്പോൾ കഴിക്കുന്നത്. ഞാൻ ഈ ദിവസം വീഡിയോ എടുക്കണമെന്ന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് എനിക്ക് തോന്നിയത് ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. മോർണിംഗ് ടൈമിലൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും നൈറ്റ് ഷൂട്ട് ചെയ്യുന്നത്. മോന് 8:15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ 8 മണിക്ക് അവനിറങ്ങും. 8 മണിക്ക് തന്നെയാണ് എൻ്റെ ജോലിയും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും തീർക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ ആ ഒരു മോർണിംഗ് ടൈമിൽ. അപ്പോൾ ഒരു ദിവസം 3 പ്രാവശ്യമാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാറ്. ഒന്ന് രാവിലെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ കഴുകും. പിന്നെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വൈകുന്നേരം ചായയൊക്കെ വെച്ച് കഴിഞ്ഞ് അപ്പോൾ ഒരു സെറ്റ് പാത്രം കഴുകും. അത് കഴിഞ്ഞ് നമ്മുടെ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഒരു സെറ്റ് പാത്രം കഴുകും. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് പാത്രങ്ങൾ കഴുകാറ്. അപ്പോൾ വൈകിട്ട് കഴുകിയ പാത്രങ്ങളെല്ലാം ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 പ്രാവശ്യം പാത്രം കഴുകുന്ന സമയത്തും സ്റ്റൗവിൻ്റെ അടിഭാഗത്തും ബാക്കിലും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളൊരു പണിയാണ് വേസ്റ്റ് പാക്ക് ചെയ്യൽ കേട്ടോ. അപ്പോൾ വേസ്റ്റെല്ലാം നന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കും. പിറ്റേ ദിവസം വാച്ച്മാൻ അത് കളക്ട് ചെയ്യും. ഇനി പിറ്റേന്നത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷനും കൂടി ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പാവയ്ക്ക ഉപ്പേരിയാണ് നാളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ ബീട്രൂട്ട് ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ ഗ്രേറ്റ് ചെയ്ത് കൂടെ തന്നെ വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് വെച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമാണ് കേട്ടോ. കാരണം പകുതി പണി ഓൾറെഡി തീർന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ കിടക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, രാവിലെ എനിക്ക് വെജിറ്റബിൾ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പം തന്നെ നമ്മളെല്ലാ വേസ്റ്റും ഇതിൻ്റെ കൂടെ തന്നെ പാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ മോർണിംഗിൽ എനിക്ക് അതും ഒരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ടാണ് ചെറിയുള്ളി കൂടി തൊലിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും രാവിലെ. കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ മോൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഫില്ല് ചെയ്യൽ, പിന്നെ അവനെ എണീപ്പിച്ച് റെഡിയാക്കൽ, പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കൽ, ഇതെല്ലാം 8 മണിക്കുള്ളിൽ കഴിയണം കേട്ടോ. എനിക്ക് ഒരാളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരുപാട് അമ്മമാരുണ്ട് ഇതുപോലെ 2, 3, 4 കുട്ടികളൊക്കെ ഉള്ളവർ. അപ്പോൾ അവരുടെ അവസ്ഥയൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ആരും റെക്കഗ്നൈസ് ചെയ്യാറില്ല. അവരുടെ എഫേർട്ടിനൊന്നും മിക്കവരും വില കൽപ്പിക്കാറില്ല. ഞാനൊരു ഉമ്മയായപ്പോഴാണ് എനിക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലായി വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ ടീച്ചറാണ്. അപ്പോൾ ഈ രാവിലെ ഞങ്ങളെ സ്കൂളിൽ പറഞ്ഞയക്കണം, ഭക്ഷണം എല്ലാം റെഡിയാക്കണം. ആ സമയത്ത് ഇതൊക്കെ വലിയ കാര്യമാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. അമ്മമാർ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമുക്ക് എല്ലാം ചെയ്തു തരുന്നത്. പക്ഷെ അവരെ കുറച്ച് സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് കേട്ടോ. അവരുണ്ടാക്കുന്ന ഏതെങ്കിലും കറി നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അത് വേറെ ലെവൽ സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിനിടയിൽ കിച്ചൺ മുഴുവൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്ത കിച്ചൺ കാണുന്നതിലും വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഇല്ല കേട്ടോ. നമുക്ക് വേണ്ടി ആര് എന്ത് ചെയ്തു തരുമ്പോഴും അതിൽ കുറ്റം കണ്ടുപിടിക്കാതെ അതിൻ്റെ നല്ല വശം കൂടി കാണാൻ ശ്രമിക്കണം കേട്ടോ. അതിപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായിക്കോട്ടെ, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ളതായിക്കോട്ടെ, അങ്ങനെയുള്ള എന്ത് റിലേഷൻഷിപ്പിലാണെങ്കിലും പരസ്പരം എപ്പോഴും നല്ലത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക.
താങ്ക്ഫുള്ളായിരിക്കുക. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു, ഇനി നല്ലൊരു ഉറക്കമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും കുട്ടികളെ കുളിപ്പിച്ച് ഉറക്കം വയ്ക്കാം. അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇൻഡസ് വാലിയിൽ നിന്ന്. ഞാനത് അൺബോക്സ് ചെയ്തിട്ടില്ല, നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും റെസ്റ്റ് ചെയ്യാൻ പോവാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.